ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. റോമാലേഖനം 8:1 നാം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. പാപത്തിന്റെ ഫലമായ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത്. ഒരുവൻ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ പ്രാപിക്കുന്ന രക്ഷയിൽ ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 ഘടകങ്ങളുടെയും രക്ഷ ഉൾപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള രക്ഷ സൗജന്യമാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. നാം എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയമുള്ള റോമാലേഖനം 1, 2, 3 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനുഷ്യൻ പാപിയാണെന്നും പാപത്തിന് ശമനം മരണമാണെന്നും പാപം ചെയ്ത ദേഹി മരിക്കുമെന്നും എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് ഇല്ലാത്തവരായി തീർന്നെന്നും പാപത്തിന്റെ ദാസന്മാർ മരണത്തിന്റെ ദാസന്മാരാണെന്നും പാപിയുടെ അവയവങ്ങൾ അധർമ്മത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും നാം കാണുന്നു. അതുകൊണ്ട് രക്ഷയുടെ പ്രാധാന്യത എന്നാണ് നാം ഇന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുമ്പോൾ. രക്ഷ വിശ്വാസ മാർഗത്തിൽ മാത്രമാണ്. പാപിയായ മനുഷ്യന്റെ നീതിപ്രവൃത്തികളൊന്നും, അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ, പുണ്യകർമ്മങ്ങൾ, ഇതൊന്നും പാപമോചനത്തിന് വേണ്ടി ഉപകരിക്കുന്നില്ല. യെശയ്യാപ്രവചനം 64:6 നാം ഇങ്ങനെ വായിക്കുന്നു: പാപിയായ മനുഷ്യന്റെ നീതിപ്രവൃത്തികളെല്ലാം ദൈവത്തിന് മുമ്പായി കറ പുരുണ്ട തുണികൾ പോലെയാണ്. ഞാൻ 2 ഉദാഹരണം പറയട്ടെ പ്രിയമുള്ളവരെ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒരു ഭക്തനായ കൊർന്നല്യോസിനെ കാണുന്നു. കൊർന്നല്യോസിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തി. പക്ഷെ കൊർന്നല്യോസ് എത്തത്തില്ല. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, വളരെ ധർമ്മം കൊടുക്കുന്നവനാണ്, തന്റെ സകല ഗ്രഹത്തോടു കൂടെ ദൈവത്തെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു നല്ല മനുഷ്യനാണ് കൊർന്നല്യോസ്. പക്ഷെ തന്റെ ജീവകാരുണ്യം കൊണ്ടും സൽപ്രവൃത്തി കൊണ്ടും യോഗ്യത കൊണ്ടും നീതിപ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പോകാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗരാജ്യം. താൻ രക്ഷിക്കപ്പെടുവാൻ പത്രോസിൽ നിന്നും സുവിശേഷം കേൾക്കണമായിരുന്നു. അതുപോലെ ന്യായപ്രമാണം വായിക്കുകയും പഴയ നിയമ തിരുവെഴുത്തുകൾ മനസ്സിലാക്കുവാൻ താല്പര്യപ്പെട്ട ഷണ്ണൻ. നമുക്കറിയാം, ദേവാലയത്തിലെ പെരുന്നാളുകളിൽ പങ്കുകൊണ്ടിട്ട് താൻ മടങ്ങി വരുമ്പോൾ തിരുവെഴുത്തുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഷണ്ണനെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ആ വ്യക്തിയോട് ഫിലിപ്പോസിന്റെ സുവിശേഷം അറിയിക്കണമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു പാവനിയായ സ്ത്രീ, അവൾ കരഞ്ഞു, യേശുവിന്റെ പാദം കഴുകി തൈലം കൊണ്ട് തലമുടിയിൽ പൂശി. പക്ഷേ യേശു അവളോട് പറയുന്നത്, ഈ കരഞ്ഞതും തൈലം പൂശിയതും കണ്ണുനീർ കൊണ്ട് കാൽ തുടച്ചതും അതൊന്നും രക്ഷയ്ക്ക് പകരമായി തീരുകയില്ല. സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുള്ളൊരു വിശ്വാസം, അതാണ് രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. പ്രവൃത്തികളിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ഒരു കാര്യം വളരെ അസംയുക്തമായി പറയുവാൻ കഴിയും: യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിൽ മാത്രമാണ് രക്ഷ ലഭ്യമാകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനം ഒരിക്കൽ കൂടെ ആ രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ മഹത്വം, ആ പ്രാഗൽഭ്യം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകാതെ നാൾ സമീപിക്കുന്തോറും നാം രക്ഷയുടെ സന്തോഷത്തിൽ വളരുവാൻ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകാതെ, തള്ളിക്കളയാതെ, ഉപേക്ഷയെ വിചാരിക്കാതെ നാം രക്ഷിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം രക്ഷിക്കപ്പെടും എന്നാണ് രക്ഷയുടെ ത്രികാല അനുഭവം. നമുക്ക് വളരെ വേഗം ഒന്ന് പരിശോധിക്കാം. ഈ പഠനം നമ്മുടെ ആത്മജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായി തീരും. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗനിമിത്തം ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷ പൂർണ്ണമാണ്. ആ രക്ഷ വിശ്വസിച്ച് അംഗീകരിക്കുന്ന വ്യക്തിയിൽ അനുഭവപ്പെടുന്നത് ത്രികാലങ്ങളിലൂടെയാണ്: ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഇപ്രകാരം ഈ വിഷയത്തെ 3ആയി തിരിച്ച് 3 കാലങ്ങളായി നമുക്ക് പഠിക്കാവുന്നതാണ്. രക്ഷിക്കപ്പെട്ടു, ഭൂതകാലം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. എഫേസ്യർ 2:8. എന്നാൽ റോമാലേഖനം 10:9 പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു വ്യക്തി യേശുവിനെ വിശ്വസിച്ച് അംഗീകരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണിത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ രക്ഷ നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ആത്മാവിലത്രേ. ഇതത്ര രക്ഷ എന്ന വിഷയത്തിന്റെ ഭൂതകാലം. ആത്മാവിൽ സംഭവിക്കുന്ന രക്ഷയ്ക്ക് നാം നീതീകരണം എന്ന് പറയുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം ആദാമിൽ ജീവിക്കുന്നവരായിരുന്നു, ക്രിസ്തുവിൽ മരിച്ചവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ചു, ദൈവവചനത്തിന്റെ ശക്തിയാണ്. അതത്ര രക്ഷയുടെ ഭൂതകാലം. ഇനി എന്താണ് രക്ഷയുടെ വർത്തമാനകാലം? ഇപ്പോൾ നാം ഇവിടെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ രക്ഷ അനുഭവമാക്കിയിരിക്കുന്ന വിശ്വാസി വസിക്കുന്നത് താഴ്ചയുള്ള ശരീരത്തിലാണ്. ഫിലിപ്പിയർ 3:21 നമ്മുടെ താഴ്ചയുള്ള ശരീരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ പ്രസ്താവ്യമത്രേ. പാപസ്വഭാവമുള്ള ശരീരത്തിന്റെ നിർജീവ പ്രവൃത്തികളെ നാം ദിനംതോറും മരിപ്പിക്കണം. തെറ്റുകൾ അനുദിനം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. യേശുക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിലുമുള്ള ശുദ്ധീകരണം നാം ദിനംതോറും നിമിഷംതോറും പ്രാപിക്കണം.
ഇപ്രകാരം നാം രക്ഷയെ പ്രാവർത്തികമാക്കണം. ഫിലിപ്പിലേഖൻ 2:12 രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് നാം കാണുന്നു. എന്നാൽ മറ്റു പല പരിഭാഷകളിലും നിങ്ങൾ രക്ഷയെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ ആ വാക്യത്തിൽ കഴിയും. വർക്ക് ഔട്ട് ഓഫ് യുവർ സാൽവേഷൻ. ഇവിടെ ഫിലിപ്പിയരോട് തങ്ങൾക്ക് ലഭിച്ച രക്ഷയെ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലെത്തിക്കുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. വിശ്വാസത്തോടെ രക്ഷയെ അനുഭവമാക്കിയ ദൈവജനം നാൾക്ക് നാൾ ശുദ്ധീകരണം പ്രാപിക്കണം എന്നുള്ളതിനാണ് നാം ഏറ്റവും കൂടുതൽ ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഇതിനെയാണ് വർത്തമാനകാല രക്ഷ എന്ന് പറയുന്നത്. ഇവിടെ നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ വളർച്ചയാണ് ലക്ഷ്യമാക്കുന്നത്. ഓരോ ദിവസവും വിശ്വാസത്തിലും വിശുദ്ധിയിലും നാം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് മാത്രമാണ് രക്ഷയുടെ വർത്തമാനകാലം. എന്താണ് രക്ഷയുടെ ഭാവികാലം? രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് വിശുദ്ധീകരണത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസി ഇനി ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കും. താഴ്ചയുള്ള ശരീരം മഹത്വമുള്ളതായി തീരും. പാപസ്വഭാവമില്ലാത്ത, രോഗമില്ലാത്ത, മരണമില്ലാത്ത, ദ്രവത്വമില്ലാത്ത തേജസ്സേറിയ ശരീരം നാം പ്രാപിക്കും. ഇതത്രേ ഭാവികാല രക്ഷ. പ്രിയമുള്ളവരെ, ഈ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിലത്രേ. ഫിലിപ്പിലേഖനം 3:20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എബ്രായർ ലേഖനം 9:28. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. 1 യോഹന്നാൻ ലേഖനം 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുപോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഇപ്രകാരം നമ്മുടെ ശരീരത്തിൽ പ്രാപിക്കാൻ പോകുന്ന വലിയ മഹത്വത്തെ അത്രേ ഭാവികാല രക്ഷയെന്ന് ദൈവവചനം പറയുന്നത്. ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വം അന്ന് നാം പ്രാപിക്കും. ഇതത്രേ ഭാഗ്യകരമായ നമ്മുടെ അവസ്ഥ. ഇതാണ് ദൈവജനം പ്രാപിക്കാനുള്ള മഹത്വീകരണം. ഇതിനെ നാം തേജസ്കരണം എന്ന് വിളിക്കുന്നു. രക്ഷയുടെ ത്രികാല അനുഭവത്തെ വെളിപ്പെടുത്തുന്ന പല ഉദാഹരണങ്ങളും നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം പെസഹായും ചോരത്തുള്ളിയും ആചരിച്ച് അവർ മിസ്രൈം വിട്ടുപോന്നു. ഇത് ഭൂതകാല രക്ഷയ്ക്ക് ഒരു പഴയ നിയമ ഉദാഹരണമാണ്. ദൈവിക സംരക്ഷണത്തിലും മോശയുടെ നേതൃത്വത്തിലും 40 വർഷം പ്രയാണം ചെയ്ത് അവർ മേഘത്തിന് കീഴിൽ സഞ്ചരിച്ച് വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കിയുള്ള അവരുടെ നീണ്ട നാളുകളിലെ മരുഭൂമി യാത്ര വർത്തമാനകാല രക്ഷയ്ക്ക് ഒരു ഉദാഹരണമാണ്. ഇനി യോർദാൻ കടന്ന് വാഗ്ദത്ത നാടിനെ അവകാശമാക്കുവാൻ അവർക്കിടയായി തീർന്നത് അത് അവരുടെ ഭാവികാല രക്ഷയ്ക്കും ഒരു ഉദാഹരണമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് ഒരു ഉദാഹരണം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. നഷ്ടപ്പെട്ട അമ്മിയ കുടുംബത്തിന്റെ വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്ന 3 ഉപമകൾ കർത്താവ് പറഞ്ഞത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 100-ൽ ഒരാട് നഷ്ടപ്പെടുന്നു, 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെടുന്നു, 2 മക്കളിൽ 1 നഷ്ടപ്പെടുന്നു. 1-ാമത്തെ ഉപമയിലെ ഒരാട് മരുഭൂമിയിലെ ഏതെങ്കിലും ഒരു കുറ്റിക്കാട്ടിൽ അകപ്പെട്ട് നഷ്ടം സംഭവിക്കുന്നു. 2-ാമത്തെ ഉപമയിലെ ദ്രഹ്മ വീട്ടിൽ നഷ്ടപ്പെട്ടു. 3-ാമത്തെ ഉപമയിലെ ഇളയ മകൻ നാട്ടിൽ നിന്ന് നഷ്ടമായി. കാട്ടിലും വീട്ടിലും നാട്ടിലും 3 നഷ്ടങ്ങൾ. ഈ 3 ഉപമകളും നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെയും ക്രിസ്തുയേശുവിലൂടെയുള്ള വീണ്ടെടുപ്പിനെയും സൂചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കിലൂടെ ഉപസംഹരിക്കുമ്പോൾ 100 ആടിൽ 1 നഷ്ടപ്പെട്ടു. അവിടെ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടി ഉടമസ്ഥൻ പോകുന്നു. അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആടിനെ ഉടമസ്ഥൻ കണ്ടെത്തുന്നു. ഇത് ഭൂതകാല രക്ഷയ്ക്കും. കണ്ടുകിട്ടിയ ആടിനെ ഉടമസ്ഥൻ സന്തോഷത്തോടെ ചുമലിൽ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. ഇത് വർത്തമാനകാല രക്ഷയ്ക്കും. ഉടമസ്ഥൻ ചുമലിൽ വഹിച്ചിരിക്കുന്ന ആടുമായി വീട്ടിലെത്തി മറ്റുള്ളവരുമായി സന്തോഷിക്കുന്നു. ഇത് ഭാവികാല രക്ഷയ്ക്കും ഒരു നിദർശനമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, വീണ്ടെടുത്ത ഒരു വിശ്വാസിയെ നമ്മുടെ രക്ഷിതാവ് ചുമലിൽ വഹിക്കുന്നു. വീട്ടിലെത്തുന്നവരെയും അവൻ നമ്മെ തൻ്റെ കരങ്ങളിൽ താങ്ങി അത്ഭുതകരമായി വഹിച്ച് മുൻപോട്ട് നടത്തുന്നു. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ്! ക്രിസ്തീയ ജീവിതം എത്ര സൗഭാഗ്യകരമായതാണ്! കർത്താവ് വഴിയിൽ നമ്മെ ഉപേക്ഷിക്കുകയില്ല, ദുഷ്ടമൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. നിശ്ചയമായി അവൻ നമ്മെ വീട്ടിലെത്തിക്കും. അങ്ങനെ നാം എത്രയും വേഗം ഭാവികാല രക്ഷയെ കരഗതമാക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകളോട് ബന്ധപ്പെടുത്തി ഈ രക്ഷയെ നമുക്ക് ചിന്തിച്ച് ഇന്നത്തെ ഈ ഭാഗം അവസാനിപ്പിക്കും. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷത, അടുത്തത് പിതാവിന്റെ വലത്തുഭാഗത്തേക്കുള്ള പ്രത്യക്ഷത, 3 വിശുദ്ധന്മാരെ ചേർക്കുവാനുള്ള തൻ്റെ ഭാവികാല പ്രത്യക്ഷത, 3 വചനങ്ങൾ. ഒന്ന്,
എബ്രായ ലേഖനം 9:26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകസ്ഥാപനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എബ്രായ ലേഖനം 9:26. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രയെ പ്രവേശിച്ചത്. എബ്രായ ലേഖനം 9:24. അവൻ മഹാപുരോഹിതനായി തൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റ്, തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി നമ്മുടെ കർത്താവ് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. എബ്രായ ലേഖനം 9:28. പ്രിയമുള്ളവരെ, വളരെ ഗൗരവപരമായ മുന്നറിയിപ്പാണ് നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത്. രക്ഷയോടുള്ള ബന്ധത്തിൽ ശക്തമായ ഒരാലോചനയാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകിയത്. ന്യായപ്രമാണ വചനങ്ങൾ ലംഘിച്ചവർക്ക് ന്യായമായ പ്രതിഫലം നൽകുകയുണ്ടായി എന്ന് എബ്രായ ലേഖന കർത്താവ് ആവർത്തിച്ച് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി?